സൗഹൃദം നടിച്ച് വയോധികന്റെ സ്വർണ്ണമോതിരം കവർന്നയാൾ പിടിയിൽ. പയ്യാവൂർ സ്വദേശിയായ 74-കാരന്റെ അരപ്പവൻ മോതിരമാണ് തട്ടിയെടുത്തത്. വളപട്ടണം സ്വദേശി മുഹമ്മദ് താഹയാണ് തളിപ്പറമ്പ് പോലീസ് കോഴിക്കോട് വെച്ച് പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് താഹ കുടുങ്ങിയത്. ഇരയെ ആക്രമിക്കുകയോ പിടിച്ചുപറിക്കുകയോ അല്ല താഹയുടെ മോഡസ് ഓപ്പറാൻഡി. വളരെ തന്ത്രപൂർവ്വം ഇരയുമായി ബന്ധം സ്ഥാപിച്ച് വിശ്വാസം കൈക്കലാക്കി അവര് പോലും അറിയാതെ മോഷണം നടപ്പാക്കുക. കുറുക്കനെ പോലെ കൗശലക്കാരനായ കള്ളൻ. അതായിരുന്നു താഹ. വയോധികരാണ് ഇത്തരക്കാരുടെ പ്രധാന ഇര. ഇത്തവണ താഹയുടെ വലയിലായതോ 74-കാരനായ നാരായണനും. ജനുവരി 7 പയ്യാവൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് താഹ നാരായണനെ പരിചയപ്പെടുന്നത്. ഭാസ്കരൻ എന്ന വ്യാജ പേരിലാണ് താഹ സ്വയം പരിചയപ്പെടുത്തിയത്. നാരായണനുമായി സംസാരിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അയാളുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ താഹയ്ക്കായി. ബസ് വന്നപ്പോൾ നാരായണനൊപ്പം തളിപ്പറമ്പിലേക്ക് വണ്ടി കയറി. യാത്രക്കിടെ നാരായണന്റെ വിരലിൽ അണിഞ്ഞിരുന്ന മോതിരം താഹയുടെ കണ്ണിലുടുക്കി. മോതിരം മൂരി വാങ്ങി പരിശോധിച്ച ശേഷം തിരികെ നൽകുകയും ചെയ്തു. തളിപ്പറമ്പ് ന്യൂസ് കോർണറിന് സമീപം എത്തിയപ്പോൾ മോതിരം കൈക്കലാക്കാൻ താഹ പുതിയ തന്ത്രം പയറ്റി. ഇതിന് സമാനമായ മോതിരം പണയാൻ ആഗ്രഹമുണ്ടെന്ന് നാരായണനോട് പറഞ്ഞു. സ്വർണ്ണ പണിക്കാരനെ മാതൃക കാണിക്കാൻ എന്ന് പറഞ്ഞ് മോതിരം ഊരി വാങ്ങിച്ചു. പിന്നാലെ ഉടൻ വരാമെന്ന് പറഞ്ഞ് അടുത്തുള്ള ഓട്ടോറിക്ഷയിൽ കയറി സ്ഥലം വിട്ടു. തട്ടിപ്പിനിരയായെന്ന് മനസ്സിലാക്കിയ നാരായണൻ ഉടൻ പോലീസിൽ അറിയിച്ചു. തളിപ്പറമ്പ് CI ബാബുമോന്റെ നേതൃത്വത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെ പ്രതിയെ തിരിച്ചറിഞ്ഞു. ബുധനാഴ്ച രാത്രി 11 മണിയോടെ കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് താഹയെ തളിപ്പറമ്പ് പോലീസ് പിടികൂടിയത്. പല രീതിയിൽ വിശ്വാസം പിടിച്ചുപറ്റിയ ശേഷം വയോധികരെ കബളിപ്പിക്കുന്ന സംഘം നാട്ടിൽ സജീവമെന്നും ഇതിൽ പ്രധാനിയാണ് പിടിയിലായ താഹയെന്നും പോലീസ് പറയുന്നു. ന്യൂസ് മലയാളം, കണ്ണൂർ.